ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തക്കാരം വ്ളോഗും കൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വൈഫും മക്കളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരിന്ന് അബുദാബിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഉള്ള കുറച്ച് ഫുഡ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. നമ്മൾ കുറേ ആയി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു, പക്ഷേ കുറേ കാരണങ്ങളും കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അവസാനം അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഭാബി എന്തായാലും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നോട്ടെ, എൻ്റെ വക ഒരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വരുന്നതിൻ്റെ തലേന്നാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. അവർ സൺഡേ ആണ് വന്നത്. ഇത് സാറ്റർഡേത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് സാധനമെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ വന്നപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം വാങ്ങിയ ഉടനെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കി വെക്കാനൊക്കെ നല്ല എളുപ്പമാണല്ലോ. അപ്പം ക്ലീൻ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചും ചെയ്തു. അപ്പോൾ ഞാൻ ചിക്കൻ ബ്രോസ്റ്റിനുള്ളതും പിന്നെ ചില്ലി ചിക്കനുള്ളതും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ചിക്കൻ കൊണ്ടൊരു ബ്രോസ്റ്റും പിന്നെ ഷെപ്പേർഡ്സ് പയ്യും ആട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മാരിനേറ്റ് ചെയ്യാനുള്ളതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ സൂഫ്ല കേട്ടോ ഡെസേർട്ടായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു ജെല്ലി വേണം. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ തിരക്കിട്ട് ചെയ്യാൻ കാരണം നമ്മൾ അന്ന് രാത്രി ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 ഉണ്ടല്ലോ, അപ്പം ഇറങ്ങിയ ലേറ്റസ്റ്റ് ഫിലിമിൽ എല്ലാവരും നല്ല റിവ്യൂ പറയുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിലിമിന് പോകുന്നതിന് മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8 മണി ആകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫിലിം വരുന്നത് ഒരു 11:30 സമയമാണ്. അപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് പിന്നെ ഫുഡെല്ലാം വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ ആ ഒരു സമയമാകുമ്പോൾ മോളെല്ലാം ഫ്രഷ് ആക്കിയിട്ട് പിന്നെ ആ ഒരു സമയമാകുമ്പോൾ വരാമെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അപ്പോൾ ഞാൻ ടൈം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പ്രിപ്പറേഷൻസ് കൂടി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെക്കുകയാണ്. എന്നാൽ പിന്നെ നാളെ കുറച്ച് കൂളായിട്ടിരിക്കാമല്ലോ. മോൾക്കും ഫുഡെല്ലാം കൊടുത്ത് റെഡിയാക്കി അവളെ കുളിപ്പിച്ച് നൈറ്റ് ഡ്രസ്സ് എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാത്രിയൊക്കെ ഫിലിമിന് പോകുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യാറ്. എന്തായാലും അവൾ കിടന്നുറങ്ങും. പിന്നെ നമ്മൾ ലേറ്റായിട്ടാണല്ലോ തിരിച്ച് വരിക. ഒരു 2:30 മണിയൊക്കെ ആവും ഇനി ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും. അപ്പോൾ ഇനി അവളെ കുളിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ കുളിപ്പിച്ച് നൈറ്റ് ഡ്രസ്സ് എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ട് അവിടെ കാർട്ടൂണും വെച്ച് കൊടുത്തിട്ടുണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൾ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂവി കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉറക്കാതെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിന്നെ അവൾ തിയേറ്ററിലെത്തി ഫിലിം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾ ഉറങ്ങിട്ടോ. പിന്നെ രാവിലെയാണ് എണീറ്റത്. ഇഷിൻ്റെ കയ്യിലാരാ? അതെന്താ കയ്യിൽ? പിന്നെ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തൊന്നും ഇങ്ങനെ തിരക്കുള്ളൊരു മൂവി ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ഇതാ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ഫ്രീ ആണ്. അങ്ങനെ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ, നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയല്ല. അപ്പോൾ അങ്ങനെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കുന്ന വലിയ ടെൻഷനൊന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ അതിൻ്റെ പെട്ടെന്ന് തീരുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഫ്രീ ആണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ രാവിലെ ഒന്നും എണീറ്റിട്ടില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായിട്ടാണല്ലോ എണീക്കുക. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന ഉടനെ തന്നെ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിടുകയാണ്. റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇത് പിന്നെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ വരുന്ന ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടും. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള വെള്ളം കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പം റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്നതാണല്ലോ നല്ലത്. പിന്നെ ഞാൻ പുഡിങ്ങിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പൈനാപ്പിൾ സൂഫ്ലയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ വിപ്പിംഗ് പൗഡർ ഒന്ന് വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ച് പാൽ ഒഴിച്ചിട്ട് അപ്പോഴേക്കും തന്നെ നമ്മൾ റൈസിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ആദ്യം ഇതിലിട്ട് തിളപ്പിക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു ചിക്കൻ സ്റ്റോക്ക് പോലെ ആക്കാൻ വേണ്ടിയിട്ട്, കാരണം ആ റൈസിനും കൂടി ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അതിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ്, 5 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ, ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കും. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ എല്ലാം അതിലേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ആയി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടിന്ന് ക്രീമും പിന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ ആ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് പിന്നെ ഈ ഒരു വെള്ളത്തിലേക്കാണ് ഞാൻ റൈസ് ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ആ റൈസിനും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആക്കാൻ കാരണം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതാക്കിയത്. പുഡിങ്ങിലേക്കുള്ള പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സിറപ്പിലുള്ള പൈനാപ്പിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. മറ്റേത് നമ്മൾ സിറപ്പ് പഞ്ചസാര സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് വേവിക്കണമല്ലോ, അത് കുറച്ച് പണിയല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതാണ് എളുപ്പം. അപ്പോൾ പിന്നെ ഞാൻ ആ ക്രീമിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കണേ, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ടൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജെല്ലി നല്ല സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പുഡിങ്ങിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഈ പൈനാപ്പിളും പിന്നെ ആ ജെല്ലി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡെസേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ, നല്ല ക്രീമി ആയിട്ടുള്ള ഡെസേർട്ടാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ ക്രീമി ആയിട്ടുള്ളതായിട്ട് ഇഷ്ടം. ഇങ്ങനെ നമ്മളിങ്ങനെ ഉറപ്പിച്ച് കഴിക്കുന്ന പുഡിങ്ങിനേക്കാൾ ഇങ്ങനത്തെ പുഡിങ്ങാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അതെല്ലാം സെറ്റായി ഇനി കവർ ചെയ്ത് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനിയിപ്പം കുറേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അവർ വരുമ്പോഴേക്കൊക്കെ നന്നായിട്ട് തണുത്തോളും. അപ്പോൾ ഇതാ റൈസ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാണ്ട്. അപ്പോഴേക്ക് മിക്ക മോളൊക്കെ എണീറ്റപ്പോൾ ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഷെപ്പേർഡ്സ് പൈയിലേക്കുള്ള പൊട്ടേറ്റോ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഷെപ്പേർഡ്സ് പൈ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ റെസിപ്പി കാണിക്കുന്നില്ല, കാരണം എനിക്കും അറിയില്ലായിരുന്നു ഇത് ഫ്ലോപ്പ് ആവുമോ അതോ നന്നാവുമെന്നൊന്നും. അതുകൊണ്ട് ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല. പിന്നെ റൈസിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്ന നേരത്ത് നമ്മൾ ഊറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കും. ആ ഒരു ചിക്കൻ ഒരു എന്താ പറയുക, കുറച്ചൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ആ ഓയിലിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ വെജ്ജീസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കുമാണ് വെജ്ജസായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസിൽ നന്നായിട്ട് തന്നെ വെജിറ്റബിൾസ് വേണം കേട്ടോ, എന്നാലാണ് എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് വരിക. കുറേ വെജിറ്റബിൾസും ചിക്കനും മുട്ടയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറ്. അപ്പോൾ അതൊന്നായി വന്നപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ ചില്ലി ചിക്കൻ ആക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജീസൊക്കെ ഒന്ന് കുക്കായി വന്നപ്പം ആ ഒരു പാനിൽ തന്നെ ഞാൻ മുട്ട ഇട്ടിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുകയാണ്. ചിലർ അങ്ങനെ വേറെ പാത്രത്തിലൊക്കെ സ്ക്രാമ്പിൾ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കാറാണ്. എന്നിട്ട് പിന്നെ നേരത്തെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പെപ്പറും സോയ സോസും ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഇത്തിരി ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ റൈസ് ഏകദേശം കുറച്ചൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം കൊണ്ട് തന്നെ. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്ത് മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഒന്ന് തൂവിയിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. ഇനിയിപ്പോൾ അത് അവർ വരുമ്പോൾ എടുത്താൽ മതിയല്ലോ. പൊട്ടേറ്റോ എല്ലാം കുക്കായി വന്നപ്പം അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് അതിലേക്ക് ചീസും ബട്ടറും പാലും മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പറ്റിയത് ഈ ഒരു മിക്സ് ഉണ്ടാക്കിയ ഞാൻ പാലൊഴിച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസായിരുന്നു. അപ്പോൾ അതിനി നെക്സ്റ്റ് ടൈം നോക്കിയിട്ട് നല്ലൊരു റെസിപ്പി തന്നെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ കൊടുക്കാനുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ അതും ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മിൻസ്ഡ് ലാമ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഏകദേശം ഒരു ലസാനിയൻ്റെ ആ ഒരു അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും വരുന്നത്.
അപ്പോൾ ഇതാ അടിയിൽ ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് മുകളിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മാഷ് പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ നമുക്ക് നമ്മളുടെ ഡിഷ് അല്ലാത്ത ഡിഷുകളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പാർട്ടിക്കൊക്കെ വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഡിഷസൊക്കെ ചൂസ് ചെയ്യുമായിരിക്കും നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് പണി തീരും ചെയ്യും, ആൾക്കാർക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കഴിക്കാം. പൊതുവേ എൻ്റെ ബ്രദറിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. നമ്മളിതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ലസാനിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രസമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പാർട്ടീസിലൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷ് എല്ലാം ആയി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടി ബ്രോസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനാണ്. അത് പിന്നെ ഞാൻ ലാസ്റ്റ് അവരെ വിളിച്ചിട്ട് അവരെത്താനാകുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ക്രിസ്പിനെസ് ഇപ്പോൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ ഏകദേശം അവരെത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അങ്ങനെ ബ്രോസ്റ്റ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് വിളമ്പി പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. എന്നാൽ പിന്നെ വന്ന ഉടനെ തന്നെ വേഗം കഴിച്ച് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അവരെത്തിയിട്ടോ. പിന്നെ അവരെ റിസീവ് ചെയ്യലും അവർക്ക് സംസാരിച്ചിരിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ മോൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവർ വരുന്നുണ്ട് എന്നുള്ളത്. അവർ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്തൊക്കെയോ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ സന്തോഷം കൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത ബാച്ചും കൂടി ഫ്രൈ ചെയ്യാനിട്ടിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയി ഫ്രൈ ചെയ്യുകയാണെന്നുള്ളത്. അവർ വന്നപ്പോൾ പിന്നെ ആ ഒരു ഹാപ്പിനെസ്സിൽ അങ്ങനെ മറന്നുപോയി. അങ്ങനെ പിന്നെ വേഗത്തിൽ തന്നെ ഞാനും ബാബിയും കൂടി ഫുഡെല്ലാം എടുത്ത് വെച്ച് നമ്മൾ വേഗത്തിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ ഡെസേർട്ടും എല്ലാം കഴിച്ചു. പിന്നെ അവർ വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോളുടെ ബർത്ത്ഡേൻ്റെ കേക്കാണിത്. മോൾക്കിപ്പോൾ 1 വയസ്സായി. നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരതിൻ്റെ കേക്കും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടോ. അപ്പം നമ്മളിവിടെ അബുദാബിയിലുള്ള ഹുദൈറത്തിലേക്കാണ് പോയത്. പിന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പം തണുപ്പെല്ലാം ഒന്ന് പോയിട്ടുണ്ട്, എന്നാലും ചൂടൊന്നുമില്ല. നമുക്ക് ഏകദേശം നാട്ടിലെ ഒരു ക്ലൈമറ്റാണ് ഇപ്പം. അങ്ങനെ വലിയ ചൂടായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ബീച്ചിൽ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്, നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് മക്കൾ പറഞ്ഞ് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പാർക്കിൽ പോയി. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനൊക്കെ പോയി.
അതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ അവർ പോയത്. അങ്ങനെ ഈ ഒരു ഫുള്ള് ദിവസം അവരെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.